എനിക്ക് നിന്നെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റൂല. എത്ര സമൂഹം പൊറ്റിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ്. എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് വരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കും. ഇൻഷാ അല്ലാഹ്. പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നമ്മൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഒരാൾക്കും ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആ ഒരു ഉമ്മ ചങ്ക് പൊട്ടിക്കൊണ്ടാണ് അവരെ മകനെ പറ്റിയിട്ട് പറയുന്നത്. ലഹരിക്ക് അടിമപ്പെട്ടിട്ട് സ്വന്തം ഉമ്മയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാണ്ട് ഉമ്മയെ ലൈംഗിക ബന്ധത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു മകൻ. എന്തൊരു സങ്കടമുള്ളൊരു അവസ്ഥയാണല്ലേ. ആ ഉമ്മ അനുഭവിക്കുന്ന ആ ഒരു വേദന എത്രത്തോളം ഉണ്ടെന്ന് അത് ആ ഉമ്മാക്കേ അറിയുള്ളൂ. ഗർഭമുണ്ടായത് മുതൽ പ്രസവിച്ച് ആ കുഞ്ഞിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ടുള്ള ഓരോ കാര്യങ്ങളും അത്രമേ ശ്രദ്ധിച്ച് അവരെ ശുശ്രൂഷിച്ച് എങ്ങനെയൊക്കെ വളർത്തിണ്ടാക്കണമല്ലേ ഓരോ മാതാപിതാക്കളും. ആ മക്കളിങ്ങനെ ഓരോ ലഹരികളും ഉപയോഗിച്ച് അതിൻ്റെയൊക്കെ ഹരം മൂത്തിട്ട് ഉമ്മ ഏതാണ് പെങ്ങളേതാണ് ഒന്നും മനസ്സിലാക്കാൻ പറ്റാണ്ട് അവരൊക്കെ പലതിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുക. സ്വസ്ഥത കെടുത്തുക, സന്തോഷം നശിപ്പിക്കുക, എന്ത് കാര്യം ഇതിലൊക്കെ ഉള്ളതല്ലേ. എന്റെ മോനെ പോലെ പല കുട്ടികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ പക്ഷേ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ്. ഇനിയും മറ്റു കുട്ടികളുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ. കാരണം ഇതിനൊക്കെ ഓരോ കോഡ് ഭാഷയുണ്ട്, ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും നമ്മളെ മക്കളല്ലേ, ഇത് വേറൊന്നും ആയിരിക്കൂലെന്ന്. ആ ഉമ്മ പറഞ്ഞത് വളരെയധികം ശരിയാണ്. നമ്മളടക്കമുള്ള എല്ലാ ഉമ്മമാരും ഉപ്പമാരും അങ്ങനെ നമ്മുടെ മക്കൾ പോവില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ നടക്കുകയാണ്. നമ്മുടെ മക്കൾ ഒരു ലഹരിക്കും അടിമപ്പെടില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം വെച്ച് പുലർത്താനായിട്ട് പറ്റില്ല. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ആണ് മാത്രമല്ലല്ലോ ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ലഹരി പോലുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കുന്നത്. ആണും പെണ്ണും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷയില്ല, ഒരു വിശ്വാസവും ഇല്ല നമ്മുടെ മക്കൾ നാളെ എങ്ങനെയാവും എന്നുള്ളത്. നിങ്ങൾ ഈ പൊതി കണ്ടില്ലേ? ഇതിലുള്ളത് ചൂയിങ്കവും അതുപോലെ തന്നെ അത്തർ കുപ്പികളൊക്കെയാണ്. താൻ കഴിക്കുന്ന ആ ഒരു ലഹരിയുടെ സ്മെല്ല് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ മാക്സിമം ഓരോ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. എത്രയോ അവയർനെസ് ക്ലാസ്സുകളും മറ്റും ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നുണ്ട്. നമ്മുടെ മക്കൾ ഇങ്ങനെയുള്ള ലഹരികൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, ഉമ്മാനെയും ഉപ്പാനെയും വീട്ടുകാരെയും എല്ലാവരും മറന്നിട്ട് ഇങ്ങനെയുള്ളതിനൊക്കെ അടിമപ്പെട്ടു പോകുന്നുണ്ട്. എന്താണ്, എവിടെയാണ് പിഴക്കുന്നത്? നമ്മൾ വളർത്തുന്നതിൻ്റെ ഒരു മോശമാണോ അതോ കൂട്ടുകെട്ടിൻ്റെ മോശമാണോ? അറിയില്ല. എന്തെങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഈ വീഡിയോ കാണുന്ന മക്കളായിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മാതാപിതാക്കൾ പ്രത്യേകിച്ചും ആൺമക്കളായിക്കോട്ടെ പെൺമക്കളായിക്കോട്ടെ അവർ എവിടെ പോയി വരുന്നു, എന്ത് ചെയ്യുന്നു എല്ലാം നമ്മൾ സ്വാതന്ത്ര്യം അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കാണ്ട് ഇടയ്ക്കൊക്കെ സ്ട്രിക്റ്റ് ആവാം, ഇടയ്ക്കൊന്ന് അന്വേഷിക്കാം ഇവരെന്താ ചെയ്യുന്നതെന്നുള്ളത്. ഈ ഉമ്മ ചെയ്ത വലിയൊരു കാരുണ്യമുണ്ട്. എന്താ അറിയോ, ഈ ഒരു കാര്യം, തൻ്റെ മകൻ്റെ ഈ ഒരു കാര്യം ഈ സമൂഹത്തിനോട് വിളിച്ചു പറയാൻ കാണിച്ചൊരു ധൈര്യം. കാരണം അതറിയണമെന്ന് അവർക്ക് തോന്നി. അവരെപ്പോലുള്ള മാതാപിതാക്കൾ ഇതുപോലെ മക്കൾ എന്തെങ്കിലും കള്ളത്തരായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരറിയട്ടെ. മക്കൾ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ അത് മുളയിലേ നുള്ളാം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് അവർ ഒന്നും വകവെക്കാണ്ട് ക്യാമറക്ക് മുന്നിൽ, സാമൂഹ്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ വേണ്ടിയിട്ട് അവർ വന്ന് നിന്നിക്കണം. ഇനിയൊരു മരുമകൾ അങ്ങോട്ട് കയറി വരുന്നുണ്ടെങ്കിൽ തന്നെ അവള് ഇവൻ കാരണം ബുദ്ധിമുട്ടരുതല്ലോ, താൻ അനുഭവിക്കുന്ന പോലെ അവൾ അനുഭവിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം വിളിച്ചു പറയാനുള്ള ആ ഒരു ധൈര്യം കാട്ടിയത് അത് വല്ലാത്തൊരു മനസ്സാണ്. ഇപ്പോൾ മയക്കുമരുന്നുകൾ, ലഹരി വസ്തുക്കളെല്ലാം പല രീതിയിൽ ഇറങ്ങുന്നുണ്ട്. മണമുള്ളതും മണമില്ലാത്തതും അതുപോലെ തന്നെ കണ്ടാൽ മനസ്സിലാവുന്നതും കഴിച്ചാൽ മനസ്സിലാവാത്തതുപോലെ ആയിട്ടുള്ള ഓരോ രീതിയിലുള്ളതാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രത ആയിരിക്കണം നമ്മളെല്ലാവരും. നമ്മുടെ മക്കൾ ഇതിന് അടിമപ്പെട്ടു പോയിരിക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അങ്ങനെയാണ് ഇപ്പോൾ ഇത് ഓരോന്നും ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ മോനെ അത്രയും സ്നേഹിച്ചിരുന്നു. എനിക്ക് ആശ്രയാവേണ്ട ഒരു കാലത്ത് ഞാൻ ഇന്ന് ഒറ്റപ്പെട്ടു പോയി. ഈ കണ്ണീരുണ്ടല്ലോ, ഈ ഉമ്മയുടെ കണ്ണീരിന് ആ മകൻ എങ്ങനെ സമാധാനം പറയും? ഈ ഒരു കണ്ണീര് മാത്രം മതി ആ മകൻ വെന്തുരുകി ഇല്ലാണ്ടാവാൻ. പക്ഷെ ആ ഉമ്മ ഇപ്പോഴും പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് തൻ്റെ മകൻ എല്ലാം ഇതിൽ നിന്ന് വിമുക്തമായി നല്ലൊരു
പഴയ പോലെ തൻ്റെ മകനെ തിരിച്ചു കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയായിട്ട് ഇപ്പോഴും ആ പാവം ഇരിക്കുകയാണ്. അങ്ങനെ തന്നെ ആവട്ടെ, നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആ എനിക്ക് മകനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് പേടിയായിരുന്നു. പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു. എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം എനിക്കിവിടെ പറയാൻ കഴിയൂല. ഞാനൊരു ഉമ്മയല്ലേ. അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഡെയിലി ഓരോ ദിവസം അവൻ കൂടി വരികയല്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല. അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മയെ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞൂടാ, അമ്മയെ തിരിച്ചറിഞ്ഞൂടാ, സമൂഹത്തെ കൊലപാതകം, പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു അനുഭവം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് 21 വയസ്സായ മോനിൽ അതെ, മോനിൽ നിന്ന്. എന്തിനാ മക്കളെ നിങ്ങൾ ഇങ്ങനെയുള്ള ഓരോന്നിനും പോകുന്നത്? നിങ്ങൾ ഒരു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളതിനൊക്കെ പോകുമ്പോൾ നശിക്കുന്നത് ഒരു കുടുംബമാണ്, നിങ്ങളുടെ വീട്ടുകാരാണ്, നിങ്ങളെത്രയും വളർത്തി വലുതാക്കിയ നിങ്ങളെ മാതാപിതാക്കൾക്കാണ് അതിൻ്റെ വേദനയും സങ്കടവും. എന്താണ് നിങ്ങൾ ഓർക്കാത്തത്? നിന്റെ ഉമ്മ നിനക്ക് ഊട്ടിത്തരുന്ന ഭക്ഷണത്തിനേക്കാളും എന്ത് വലിയ രുചിയാണ് നിനക്ക് സമൂഹത്തോടും മറ്റുള്ള ഉമ്മമാരോടും പറയാനുള്ളത്. കാരണം നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ മക്കളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത്. അപ്പോൾ നമ്മളെ മക്കളെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും, അത് ഇപ്പൊ സ്മെല്ലില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയലുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഏതെങ്കിലും ആൾക്കാരെയൊക്കെ അറിഞ്ഞ് അത് നമ്മളെ കുട്ടികളൊന്ന് നേരെയാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടതുപോലെ ഇനി ഒരു ഉമ്മാക്കും ഒരു ഈ ഒരു അവസ്ഥയിലേക്ക് എന്റെ മോൻ എവിടെയെന്ന് പോലും എനിക്ക് അറിയാൻ കഴിയണില്ല. മോനിപ്പോ എവിടെ പോയത്? എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ്, എനിക്കറിയില്ല എവിടെ പോയതെന്ന്. ഈ ഒരു പൊതി പിടിച്ചതിന് ശേഷം പൊതി പല സമയങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ അവസാനമായിട്ട് ഈ എല്ലാ സംഭവങ്ങളും അടങ്ങി ഈ പൊതി പിടിച്ചതിന് ശേഷം വീട് വിട്ടിറങ്ങി പോവുകയാണ് ചെയ്തത്. ഫോൺ ഓഫാണ്, എവിടെയെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് മാത്രമല്ല മോളെ, ഇവൻ ഇനി വലുതായി മറ്റൊരു കല്യാണം കഴിഞ്ഞ് പോയാല് ആ കുട്ടിയും എന്നെ പോലെ കരയേണ്ടി വരൂലേ ഇവൻ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല കൗൺസിലിംഗ് കൊടുത്ത് നാളെ ഒരു പെണ്ണിനെ ഒരു വീട്ടിൽ അടുത്ത് വിളിച്ചോണ്ടുമ്പോ നമ്മളെ പോലെ അവരിരുന്ന് കരയാൻ പാടില്ല. നമ്മളെ ഇങ്ങനെ മക്കളെ കൊണ്ട് ഇടങ്ങേറായി നമ്മളെ പോലെയാണല്ലോ മറ്റു പെണ്ണുങ്ങളെ, നമ്മുടെ മരുമോളാണെങ്കിലും മോളായിട്ടാണല്ലോ വരണത്. കാരണം ഇതിങ്ങനെ നിർത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടിയും ഇതിനൊരു ഏരയാവണ്ടേ, അവന്റെ അടി കൊള്ളണ്ടേ, അതുവഴി ആത്മഹത്യ ചെയ്യൂലേ, ഡൈവോഴ്സ് നടക്കൂലേ, എന്തൊക്കെയാ പിന്നെ നടക്കലുണ്ടാവുക. അതെ, ഇനി ഒരു ഉമ്മാക്കും ഒരു മാതാപിതാക്കൾക്കും ഇതുപോലുള്ള അവസ്ഥ വരാതിരിക്കട്ടെ. നമുക്ക് പടച്ചവനോട് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കാം, നമ്മുടെ മക്കളെ എല്ലാം ഇങ്ങനെയുള്ളതിനെല്ലാം കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അതുപോലെ തന്നെ എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കുന്നതും നല്ലതാണ് കേട്ടോ.